വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ കോവളം എംഎൽഎ എം വിൻസെന്റിനെ ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. വിൻസെന്റുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുക തന്നെയാണോ? അഞ്ജു, കോളം എംഎൽഎയും വിൻസെന്റിനെ കോടതിയിൽ നിന്നും ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് നാടകീയമായ നീക്കമാണ് പോലീസ് നടത്തിയത്. എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ മാധ്യമപ്രവർത്തകർക്കോ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ പോലും ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ പുറകെ ചേസ് ചെയ്തു വന്ന മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിനായി സമർത്ഥമായ നീക്കത്തിലൂടെ ചില റോഡുകളിലൂടെ വെട്ടിച്ചു പോയ പോലീസ് ഇപ്പോൾ നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ എം വിൻസെന്റിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം. മാധ്യമപ്രവർത്തകരാകെ ഈ പീഡനം നടന്നതായി പറയപ്പെടുന്ന വീട്ടിൽ എം വിൻസെന്റിനെ കൊണ്ടുവരും എന്നതും കാത്ത് ഇപ്പോൾ ബാലരാമപുരത്തെ വീട്ടമ്മയുടെ വീട്ടിന് മുന്നിലാണുള്ളത്. വിൻസെന്റിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്റെ സാധ്യത പോലീസ് ആരായുന്നുണ്ട് എന്നതാണ് നമുക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ ഇവിടെ കൊണ്ടുവന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം പോലീസിനുണ്ട്. ഒപ്പം പ്രതിയായ വിൻസെന്റിനെ കസ്റ്റഡിയിൽ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന നിയമപരമായ ആവശ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു കുറ്റകൃത്യം നടന്നതിന്റെ സ്ഥലത്തെപ്പറ്റി പ്രതിക്ക് മാത്രം അറിയാവുന്ന സ്ഥലമാണെങ്കിൽ മാത്രം മതി അങ്ങനെ ഒരു പ്രതിയെ അവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതിന്റെ ആവശ്യകതയുള്ളൂ എന്നതാണ് ഒരു വിഭാഗം നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഇതിനോട് പോലീസിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് കോളം എംഎൽഎ എം വിൻസെന്റിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു ദിവസത്തേക്ക് വിട്ടു നൽകിയത്. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. കേവലം 24 മണിക്കൂർ മാത്രമാണ് തെളിവെടുപ്പിനും മറ്റുമായി പോലീസിന്റെ കൈവശം ഉള്ളത് എന്നതുകൊണ്ട് എത്രയും വേഗം തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നാളെ 3 മണിക്ക് എം വിൻസെന്റിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോവളം എംഎൽഎ എം വിൻസെന്റിനെതിരായ പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിൻസെന്റ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും UDF യോഗത്തിന്റെയും KPCC യോഗത്തിന്റെയും തീരുമാനം. എം വിൻസെന്റിന് രാഷ്ട്രീയപരമായി എല്ലാ പിന്തുണയും നൽകാനും യോഗത്തിലും ധാരണയായി. അതേസമയം എം വിൻസെന്റിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചതിലെ അതൃപ്തി ഉമ്മൻചാണ്ടി KPCC യോഗത്തെ അറിയിച്ചു. മെഡിക്കൽ കോഴ വിഷയത്തിൽ BJPക്കെതിരെ സമരപരിപാടികൾ നടത്താനും KPCC UDF യോഗങ്ങൾ തീരുമാനിച്ചു. കോവളം എംഎൽഎ വിൻസെന്റിനെതിരെ പോലീസ് കൈക്കൊണ്ട നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് UDF യോഗം വിലയിരുത്തി. വിൻസെന്റ് എംഎൽഎ കുറ്റക്കാരനല്ലെന്നും വിൻസെന്റിന് UDF പൂർണ്ണ പിന്തുണ നൽകണമെന്നും കൺവീനർ PP തങ്കച്ചൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിൻസെന്റ് രാജിവെക്കണമെന്ന കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ആവശ്യം പാർട്ടിയുടേതല്ലെന്നും തങ്കച്ചൻ പറഞ്ഞു. BJPയുടെ കോഴ അഴിമതി വിഷയത്തിൽ ഉന്നതതല അന്വേഷണം കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും UDF കൺവീനർ ആവശ്യപ്പെട്ടു. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായി മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് കൂടി ആലോചിച്ച് വിൻസെന്റിനെയും UDFനെയും താറടിച്ച് കാണിക്കാൻ വേണ്ടി പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സ്ത്രീരക്ഷ ആ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. നേരത്തെ പാർട്ടി സ്ഥാനം ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിന് റിപ്പോർട്ട് വരുന്നവരത്തേക്ക് ഒന്ന് BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കി BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. മെഡിക്കൽ കോഴ അഴിമതിയിൽ പാർട്ടിയുടെ പേര് പറഞ്ഞത് തട്ടിപ്പിന് ഒരു BJP പ്രവർത്തകൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നടപടി സ്വീകരിച്ചുവെന്നും കുമ്മനം രാജശേഖരൻ പ്രവർത്തകർക്കയച്ച കത്തിൽ പറയുന്നു. ഇനിയും ചില ഇത്തിൽ കണ്ണികൾ പാർട്ടിയിലുണ്ടെന്നും അവയെയും ഇല്ലാതാക്കുമെന്നും കുമ്മനം പ്രവർത്തകർക്ക് കത്തിലൂടെ ഉറപ്പു നൽകുന്നു. മെഡിക്കൽ കോഴ അഴിമതിയുടെ പേരിൽ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കുമ്മനം രാജശേഖരൻ കത്തിൽ വ്യക്തമാക്കി. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ BJPയിൽ പൊട്ടിത്തെറിയുണ്ടായിട്ടും കോർ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിക്കെതിരെയും പ്രസിഡന്റിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായിട്ടും ഇതുവരേക്കും പ്രതികരിക്കാതിരുന്ന പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ഇപ്പോൾ ആശുപത്രി കിടക്കയിലിരുന്ന പാർട്ടി പ്രവർത്തകർക്ക് കത്തയച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി മണ്ഡലം കമ്മിറ്റികളിലും കോഴ വിഷയം ചർച്ചയാവുകയും
നേതാക്കൾക്കെതിരെ വിമർശനവും ആക്ഷേപവും വ്യാപകമാവുകയും ചെയ്തതാണ് കത്തയക്കാൻ കുമ്മനത്തെ പ്രേരിപ്പിച്ചത്. കേന്ദ്രഭരണത്തിന്റെയും BJP എന്ന വടവൃക്ഷത്തിന്റെയും തണലിൽ ചില പാഴ്ചെടികൾ വളർന്നുവരാൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അവയെ പിഴുതെറിയുകയും ചെയ്തു. ഇനിയും ചില ഇത്തിൽക്കണ്ണികൾ പാർട്ടിയിലുണ്ടെന്നും അവയെയും ഇല്ലാതാക്കുമെന്നും കുമ്മനം പ്രവർത്തകർക്ക് കത്തിലൂടെ ഉറപ്പു നൽകുന്നു. ഒരു ഏകാധിപത്യ പാർട്ടി അല്ലാത്തതിനാൽ അതിന് ജനാധിപത്യപരമായ ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്നത് മാത്രം. ആ കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനാൽ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും കത്തിൽ പറയുന്നു. ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ ചുവടുപിടിച്ച BJP കേരള ഘടകം മുഴുവൻ അഴിമതിക്കാരും തട്ടിപ്പുകാരുമാണെന്ന് പ്രചരിപ്പിക്കുന്നവരെ നാം കരുതിയിരിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു അഴിമതിയല്ല. കേന്ദ്ര സർക്കാരിനോടോ BJPയോടോ ഇതിന് ബന്ധവുമില്ല. മറിച്ച് വ്യക്തി അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് ശ്രമമായിരുന്നു. അതിലെ പ്രധാന പങ്കാളികൾക്ക് BJPയുമായി ഒരു ബന്ധവുമില്ലെന്നും ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതിയും ഭരണകൂടവുമാണെന്നും കുമ്മനം വ്യക്തമാക്കി. ആരോപണ വിധേയനായ വ്യക്തി മൂലം കേന്ദ്ര സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും അവിഹിതമായ നേട്ടമുണ്ടായിട്ടില്ല. പൊതുഖജനാവിന് നഷ്ടവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ ഫണ്ട് വിനിയോഗത്തെപ്പറ്റിപ്പോലും ആരോപണം ഉയർത്തിവിടുന്നത് ഗൂഢോദ്ദേശത്തോടെയാണ്. വലിയ ഗൂഢാലോചനയുടെ ഫലമായാണ് നമുക്കെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്നത്. എങ്ങനെയും BJPയെ തകർക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ വലയിൽ വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. അതോടൊപ്പം വ്യാജ പ്രചരണങ്ങളിൽപ്പെട്ട അവിശ്വാസത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കാനും ഇടയാക്കരുതെന്നും കുമ്മനം കത്തിൽ അഭ്യർത്ഥിക്കുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച സംഭവത്തിൽ BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കളും കൂട്ടാളികളും അറസ്റ്റിൽ. 7 പേരാണ് പോലീസ് പിടിയിലായത്. റബിയുള്ളയുടെ അടുത്ത സുഹൃത്തായ തന്നെ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് അസ്ലം ഗുരുക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് റബിയുള്ളയുടെ കോഡൂരിലെ വസതിയിലെത്തി തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടന്നത്. 3 വാഹനങ്ങളിലെത്തിയ സംഘം വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഇതിനിടെ നാട്ടുകാർ 4 പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. BJP ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കൾ ഉൾപ്പെടെ 3 പേരെ കോഴിക്കോട്ട് നിന്നാണ് പിടികൂടിയത്. 2 തോക്കുകളും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഒരു ദുരുദ്ദേശത്തോടുകൂടിയാണ് അവിടെ കയറിയെന്നുള്ളതാണ് പോലീസിന്റെ മനസ്സിലാവുന്നത്. അയാളെ തട്ടിക്കൊണ്ടുപോയി എന്തോ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. അതപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. റബിയുള്ളയുടെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. എന്നാൽ അസ്ലം ഗുരുക്കൾ റബിയുള്ളയുടെ സുഹൃത്താണെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നുമാണ് അവകാശപ്പെടുന്നത്. റബിയുള്ളയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനെത്തിയതാണെന്നും സംഘം പോലീസിനോട് പറഞ്ഞെങ്കിലും മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സൈനിക കോഴ തട്ടിപ്പിൽ BJP നേതാവ് MP രാജൻ കോഴ വാങ്ങിയതായി സ്ഥിരീകരണം. കക്കട്ടിലെ BJP പ്രവർത്തകനായ അശ്വന്തിൽ നിന്നും MP രാജൻ പണം വാങ്ങിയതായി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P രാജേഷ്. കോഴയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ഡൊണേഷനാണെന്നും വിശദീകരണമുണ്ട്. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. ജോലി വാഗ്ദാനം ചെയ്ത് BJP മേഖലാ സെക്രട്ടറി MP രാജൻ BJP പ്രവർത്തകരിൽ നിന്നും കോഴ വാങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. കുറ്റ്യാടി പോലീസ് രാജനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രാജൻ പണം വാങ്ങിയതായി സ്ഥിരീകരിക്കുന്ന ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P രാജേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നത്. പരാതിക്കാരനായ അച്യുതിൽ നിന്നും രാജൻ പണം കൈപ്പറ്റിയെന്നാണ് രാജേഷ് സമ്മതിക്കുന്നത്. എന്നാൽ കൈക്കൂലിയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകാനുള്ള ഡൊണേഷനാണെന്നാണ് വാദം. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ പുറത്തുവിട്ടു. പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത കുറെ കേണൽമാരുമെല്ലാം ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച 100% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും ജോലി സാധ്യത ഉറപ്പാണ്. അതിനവിടെ ഡൊണേഷൻ ആവശ്യമുണ്ട്. നമ്മളിത് കൈക്കൂലി എന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ 5 ലക്ഷം രൂപ വരെ അവർ മേടിക്കുന്നുണ്ട്. പക്ഷെ രാജേട്ടന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാജേട്ടന്റെ സ്വാധീനം കൊണ്ടും BJPയിൽ നിന്നറിയപ്പെടുന്ന നേതാവായതുകൊണ്ടും 1.5 ലക്ഷം രൂപ അവിടെ ചെലവ് വരുമെന്നും ആ പൈസ കൊടുത്താൽ ഈ ചെറുപ്പക്കാരന് അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പരിശീലനം കൊടുക്കാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ അവർ 1 ലക്ഷം രൂപയുമായിട്ട് രാജേട്ടന്റെ കെയർ ഓഫിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പൈസ കൊടുക്കുന്നു. 40,000 അവർ ഡയറക്റ്റ് ആയിട്ടും 1 ലക്ഷം രാജേട്ടന്റെ മുഖാന്തരവും കൊടുത്തു. രാജനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുവാനാണ് രാജേഷ് ശബ്ദരേഖ തയ്യാറാക്കിയത്. എന്നാൽ ഇത് രാജന് തന്നെ കുരുക്കായി മാറിയിരിക്കുകയാണ്. BJPയുടെ സൈനിക കോഴ സ്ഥിരീകരിക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലുള്ളത്. MP രാജന് പുറമെ മറ്റ് നേതാക്കൾ കൂടി ഈ കോഴയിൽ പങ്കുണ്ടെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.
ബി.ജെ.പി. നേതാവ് പി.കെ. കൃഷ്ണദാസിന് താൻ 2013 1 കോടി രൂപ നൽകിയെന്ന സുധീഷ് മിന്നിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വിദേശ മലയാളിയും വ്യവസായിയുമായ കെ. മുരളീധരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ പ്രവർത്തന ഫണ്ടായി 5 ലക്ഷം രൂപ മാത്രമാണ് താൻ നൽകിയിട്ടുള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞു. പീപ്പിൾ ടിവിയിൽ ചർച്ചയിൽ പങ്കെടുത്ത സുധീഷ് മിന്നി മുരളീധരനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് മുരളീധരന്റെ വിശദീകരണം. അഴിമതിയിൽ മുങ്ങിയ സംസ്ഥാന ഘടകത്തെ ഉടച്ചു വാർത്ത് ആരോപണങ്ങൾ ഒതുക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉടൻ കേരളത്തിലെത്തും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് BL സന്തോഷിനെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി മുഖം രക്ഷിക്കുന്നതിനെക്കുറിച്ചും അമിത്ഷായുടെ ഓഫീസ് ആലോചിക്കുന്നുണ്ട്. അഴിമതി ആരോപണങ്ങൾ ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി നീണ്ട സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികൾ BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള BL സന്തോഷിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റും. BL സന്തോഷ് V മുരളീധര ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന കൃഷ്ണദാസ് പക്ഷത്തിന്റെ പരാതിയെ തുടർന്നാണ് മാറ്റം. ഇതുവഴി കൃഷ്ണദാസ് ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. അതോടൊപ്പം കുമ്മനം രാജശേഖരനും കൃഷ്ണദാസ് പക്ഷവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ട് അഴിമതി പ്രത്യേക സമിതി അന്വേഷിക്കും. അങ്ങനെ മുരളീധര പക്ഷത്തെയും ഒപ്പം കൂട്ടാൻ കഴിയും. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കേന്ദ്ര നേതൃത്വം നൽകിയ വൻതുക കേരള നേതാക്കൾ മുക്കിയതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. കോടിക്കണക്കിന് രൂപയാണ് ഓരോ മണ്ഡലത്തിലും ചിലവഴിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തുച്ഛമായ തുക മാത്രം. കുമ്മനം രാജശേഖരൻ, കേന്ദ്ര നേതാക്കൾ എന്നിവർ ഉൾപ്പെട്ട സമിതിക്കായിരുന്നു തുക വിനിയോഗത്തിന്റെ ചുമതല. അവർ ഇതുവരെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് സഹായത്തിന് നിയോഗിക്കപ്പെട്ട RSS നേതാക്കളും ഫണ്ട് മുക്കാൻ കൂട്ടുനിന്നു. അതോടൊപ്പം കേന്ദ്ര നേതൃത്വം അറിയാതെയാണ് പാർട്ടി ബന്ധമില്ലാത്ത ഉപദേശകരെ കുമ്മനം നിയമിച്ചത്. മെഡിക്കൽ കോളേജ് അഴിമതി പോലും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാതെ രഹസ്യമായി അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഇരുവിഭാഗത്തെയും അനുനയിപ്പിക്കാൻ അമിത്ഷാ കേരളത്തിൽ എത്തുന്നുണ്ട്. ഒക്ടോബറിൽ കേരളത്തിലെത്താനാണ് അമിത്ഷാ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അഴിമതിയുടെ പശ്ചാത്തലത്തിൽ സന്ദർശനം നേരത്തെയാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കോടതി നടപടി തുറന്ന കോടതിയിലാകരുതെന്ന് പ്രോസിക്യൂഷൻ. നടിയുടെ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുത്. നടിയുടെ മൊഴി തുറന്ന കോടതിയിൽ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും കേസ് നിർഭയ കേസിനേക്കാൾ വലുതാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതേസമയം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം നാളെയും തുടരും. നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടി. നികേഷ് തരും കൂടുതൽ വിവരങ്ങൾ. നികേഷ്, വിശദാംശങ്ങൾ. അഞ്ജു, കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായാണ് തുടർന്നുള്ള കോടതി നടപടികൾ രഹസ്യമായി വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. തുറന്ന കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ഇരയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില നടപടികൾ കോടതിയിൽ ഉണ്ടായതിനെ തുടർന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇത്തരത്തിലൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. കാരണം കേസ് ഡയറി അടക്കമുള്ള വിശദാംശങ്ങൾ തുറന്ന കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുമ്പിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ ആളൂർ വായിച്ചു. ഇത്തരം നടപടികൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ആയതുകൊണ്ട് തുടർന്നുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ നടപടികളും രഹസ്യമായി വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇന്ന് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടർന്നു. ഇതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷനും കോടതിയിൽ വാദങ്ങൾ നിരത്തി. ഈ ജാമ്യാപേക്ഷയിൽ വാദം നാളെയും തുടരും. നാളെ ഉച്ചയ്ക്ക് 2:30 തുടർവാദങ്ങൾ ഉണ്ടാവുക. ഇതിനുശേഷം ഇത് സംബന്ധിച്ച് ഈ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. അതോടൊപ്പം തന്നെ ഈ കേസിലെ 11ാം പ്രതിയായ ദിലീപിന്റെ റിമാൻഡ് കാലാവധി കോടതി അടുത്ത മാസം 8 വരെ നീട്ടി. ഇന്ന് 25-ന് ദിലീപിന്റെ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പെരുമ്പാവൂർ CIയുടെ നിർദ്ദേശപ്രകാരം കോടതി റിമാൻഡ് കാലാവധി നീട്ടിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. കാരണം ദിലീപിനെ പൊതുനിരത്തിലൂടെ കോടതിയിലേക്കും തുടർന്ന് ജയിലിലേക്കും കൊണ്ടുപോകുമ്പോൾ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പ്രകാരം തുടർന്നുള്ള നടപടികൾ ദിലീപിനെ ഹാജരാക്കുന്ന നടപടികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 2 മണിക്കാണ്
സ്കൈപ്പ് ആപ്ലിക്കേഷനിലൂടെ ദിലീപുമായി ആലുവ സബ് കോടതിയിലുള്ള ദിലീപുമായി മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ദിലീപിനോട് ചോദിച്ചു. തുടർന്ന് പരാതി ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദിലീപിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. അഞ്ജു. ശരി നികേഷ്. പൾസർ സുനിയെ തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിച്ചു. താൻ പറയുന്നത് സത്യമാണെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങുമെന്നും സുനി പറഞ്ഞു. സുനി പറയുന്നതെല്ലാം കള്ളമാണല്ലോ സുനി. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഞാൻ മാറ്റി പറയണമെന്നുള്ളൂ. യുവനടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെയും നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെയും പനങ്ങാട് പോലീസ് കേസെടുത്തു. അഭിനയിച്ചതിന് പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യുവനടി സാഹചര്യം മുതലെടുക്കുകയാണെന്നും സംവിധായകൻ ലാൽ പ്രതികരിച്ചു. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണി ബി 2 ചിത്രത്തിൽ അഭിനയിച്ച യുവനടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിക്കാനെത്തിയപ്പോൾ കൊച്ചി പനങ്ങാട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ജീൻ പോളും സുഹൃത്തുക്കളായ നടൻ ശ്രീനാഥ് ഭാസി, അനൂപ്, അനിരുദ്ധ് എന്നിവർ അപമര്യാദയായി സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിനയിച്ചതിന് പ്രതിഫലവും നൽകിയില്ലെന്നും പരാതിയിലുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത പോലീസ് ജീൻ പോൾ ലാൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. വഞ്ചനാ കുറ്റത്തിനും സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനുമാണ് കേസ്. വരും ദിവസങ്ങളിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്യും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി സാഹചര്യം മുതലെടുക്കുകയാണെന്നും ജീൻ പോളിന്റെ പിതാവും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു. ആ സ്ക്രിപ്റ്റ് നമ്മൾ ഇവള് പോയത് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം, പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടത്തിൽ വന്നിട്ടുള്ള ഭാഗം എല്ലാം കാണിച്ചു. അപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു എന്ത് ഇതിനെന്ത് ഇത്ര കേസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയും. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. പിന്നെ ജീനും അനൂപും TV-യിൽ വന്നിരുന്ന് മാപ്പ് പറയാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി പറഞ്ഞാൽ മതി. കേസിനെ നിയമപരമായി നേരിടുമെന്നും ലാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാവിലെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലെത്തും. സ്ഥാനമൊഴിയുന്ന രാഷ്ട്രപതി പ്രണബ് മുഖർജിയും നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കുതിരപ്പടയുടെ അകമ്പടിയോടെ ഒരേ വാഹനത്തിൽ പാർലമെന്റിലേക്ക് നീങ്ങും. പാർലമെന്റിനകത്ത് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി എന്നിവർ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് സെൻട്രൽ ഹാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ പുതിയ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മറ്റു വാർത്തയിലേക്ക്. 35ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയ മുഴുവൻ കേരള താരങ്ങൾക്കും സർക്കാർ ജോലി നൽകും. 68 പേർക്കാണ് നിയമനം. 28 വകുപ്പുകളിലായിട്ടായിരിക്കും നിയമനം. നിയമനം സംബന്ധിച്ചുള്ള പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 28-ന് താരങ്ങൾക്ക് കൈമാറും. ശിശുക്ഷേമ സമിതിയിലെ വിവിധ ക്രമക്കേടുകളെപ്പറ്റി അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് മുൻ ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളുമായ സുനിൽ സി കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാനായി ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, IPC 201, 167, 168, 171, 34 IPC എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ശിശുക്ഷേമ സമിതിയിൽ വിവിധ ക്രമക്കേടുകൾ നടക്കുന്നതായി സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററായി ബിജു പ്രഭാകർ IAS-നെ നിയമിക്കാനും സമിതി പിരിച്ചുവിടാനും സർക്കാർ ഉത്തരവിട്ടു. പ്രവാസി ദമ്പതികൾക്ക് ക്രമവിരുദ്ധമായി കുട്ടിയെ ദത്ത് നൽകിയ സംഭവത്തിൽ അഴിമതിയുണ്ടെന്നും ഇതിനായി ഭരണസമിതിയുടെ മിനിറ്റ്സ് ബുക്കിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഒപ്പം 800ഓളം വ്യാജ അംഗങ്ങളെ ചേർത്തതായും ഇതിനായി നിർണായക ഫയലുകളിൽ തിരിമറി നടത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രതികളായ സുനിൽ സി കുര്യൻ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവ് ചെമ്പഴന്തി അനിൽ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് അഴിമതിയും ക്രമക്കേടും നടന്നത്. ഇരുവർക്കുമെതിരെ റെഡ് ക്രോസിലെ അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പീഡനക്കേസിൽ കോളം MLA M വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അഴിമതി കേസിൽ തലസ്ഥാനത്തെ 2 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി അറസ്റ്റിലായത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ശാസ്ത്ര പണ്ഡിതനും വൈജ്ഞാനികനുമായ പ്രൊഫസർ യശ്പാൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നോയിഡയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം.
വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു പ്രൊഫസർ യശ്പാൽ. ശിശു വിദ്യാഭ്യാസ രംഗത്തും നിർണായകമായ സംഭാവനകൾ നൽകി ഇദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മാക്രോണി അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആദായനികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആദായനികുതി ദിനം ആചരിച്ചു. കവടിയാർ ആയക്കൽ ഭവനിൽ നടന്ന പരിപാടി എം സമ്പത്ത് IRS ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് KR ഉദയഭാനു, റിട്ടയർഡ് IRS R മോഹനൻ, സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു.